വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് AG ഗീത. യശശരീരനായ APJ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു ദിവസം അമ്മ ഉണ്ടാക്കിയ റൊട്ടി കരിഞ്ഞുപോയി. ക്ഷമാപണത്തോടെയാണ് അവർ അത് വിളമ്പിയത്. അച്ഛൻ വളരെ സന്തോഷത്തോടെ അത് ആസ്വദിച്ച് കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കരിഞ്ഞ റൊട്ടി വളരെ ഇഷ്ടമാണ്. കുറേ കഴിഞ്ഞ് അമ്മ കേൾക്കാതെ കലാം അച്ഛനോട് ചോദിച്ചു, സത്യത്തിൽ അച്ഛന് കരിഞ്ഞ റൊട്ടി ഇഷ്ടമാണോ? അച്ഛൻ പറഞ്ഞു, അല്ല, അമ്മയ്ക്ക് ഇന്ന് ഒരുപാട് പണിയുണ്ടായിരുന്നു. അതിനിടയിൽ ക്ഷീണിച്ച് അവശയായിട്ടാണ് റൊട്ടി ഉണ്ടാക്കിയത്. അല്പം കരിഞ്ഞുപോയി. കരിഞ്ഞ റൊട്ടി തിന്നാം, പകരം കരിഞ്ഞ വാക്കുകൾ പറയരുത്. അത് കേൾക്കുന്നവൻ്റെ മനസ്സിനെ കരിച്ചു കളയും. തീർച്ചയായും വാക്കുകൾക്ക് മുറിവേൽപ്പിക്കാൻ കഴിയും. മുറിവ് ഉണങ്ങിയാലും മുറിവേറ്റ ഹൃദയത്തിന് പഴയപടിയാകാൻ പ്രയാസമാണ്. എന്നാൽ വാക്കുകളേക്കാളേറെ അതുണർത്തുന്ന പ്രതികരണങ്ങളാണ് മനസ്സിലെ മഹായുദ്ധങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പ്രതികരണം തണുത്തതാണെങ്കിൽ കേട്ട വാക്കുകൾ എത്ര പകയുള്ളതായാലും വെറും നനഞ്ഞ വിറകുകൊള്ളികളായിത്തീരും. പ്രതികരണം വിവേകശൂന്യമാണെങ്കിൽ വിറകുകൊള്ളികൾ ആളിക്കത്തി പറഞ്ഞ ആളെയും കേട്ട ആളെയും ചാമ്പലാക്കാൻ തുനിയും. അച്ഛൻ്റെ സത്യം പരിപാലിക്കാനായി 14 വർഷം വനത്തിൽ പോകാനായി ശ്രീരാമചന്ദ്രൻ ഒരുങ്ങി. കണ്ടു നിന്നവരെല്ലാം അതിന് കാരണക്കാരിയായ കൈകേയിയെ നിന്ദിച്ചപ്പോൾ രാമൻ പറഞ്ഞത്, സ്വന്തം മകനായ ഭരതനേക്കാൾ കൈകേയി മാതാവിന് തന്നെയാണ് കൂടുതൽ ഇഷ്ടം എന്നാണ്. രാജ്യം ഭരിക്കുന്ന കഷ്ടതകൾ ഭരതനും വനത്തിലെ ചേതോമോഹനങ്ങളായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് കഴിയേണ്ട സൗഭാഗ്യം തനിക്കും തന്നുവല്ലോ. പ്രകോപനം ഉണ്ടാകേണ്ട സന്ദർഭത്തിൽ പോലും വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുന്ന മഹാപുരുഷന്മാരുടെ രീതി നമുക്ക് മാർഗദർശകം ആകേണ്ടതാണ്. അബ്രഹാം ലിങ്കണെക്കുറിച്ച് ഒരു സംഭവകഥയുണ്ട്. അദ്ദേഹം അമേരിക്കയിലെ പ്രസിഡൻ്റായതിനു ശേഷം ആദ്യമായി സെനറ്റ് ഹാളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. തൻ്റെ ആദ്യത്തെ സന്ദേശത്തിനായി തയ്യാറെടുത്തു വന്ന അദ്ദേഹത്തെ എതിരേറ്റത് പരിഹാസത്തിൻ്റെ കൂരമ്പുകളാണ്. ഒരാൾ പറഞ്ഞു, മിസ്റ്റർ ലിങ്കൺ, താങ്കളുടെ അച്ഛൻ എനിക്ക് ചെരുപ്പ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അറിയാമല്ലോ. ആരും പ്രകോപിതരായി പോകുന്ന സന്ദർഭം. ലിങ്കൺ പറഞ്ഞു, ശരിയാണ്, എൻ്റെ അച്ഛൻ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. അങ്ങേക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പലർക്കും വേണ്ടി അദ്ദേഹം പാദരക്ഷകൾ തുന്നിയിട്ടുണ്ട്. അദ്ദേഹം തുന്നിയ ഒരു ചെരുപ്പിൻ്റെ പേരിലും ആരുടെയും കുറ്റം കേൾക്കേണ്ടി വന്നിട്ടില്ല. അത്രയ്ക്ക് മഹാനായ ഒരു കലാകാരൻ്റെ മകനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. അങ്ങേക്ക് ഏതെങ്കിലും ചെരുപ്പിൻ്റെ പേരിൽ ആക്ഷേപമുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. എനിക്കും ചെരുപ്പുണ്ടാക്കാൻ അറിയാം. ഞാൻ മറ്റൊന്ന് വേഗം ഉണ്ടാക്കിത്തരാം. ചോദ്യകർത്താവ് മാത്രമല്ല, കേട്ടുനിന്നവരെല്ലാം തന്നെ സ്തംഭിച്ചു പോയി. എത്രയോ അർത്ഥതലങ്ങളുള്ളതായിരുന്നു വിനയവും മര്യാദയും കൈവിടാതെയുള്ള ആ വാക്കുകൾ. വാക്ക് അഗ്നിയാണ്. എന്നാൽ കൂട്ടിമുട്ടിയാലേ ആ തീ ജ്വലിക്കുകയുള്ളൂ. പറയാൻ എളുപ്പമാണ്, പ്രയോഗത്തിൽ വരുത്താനാണ് പ്രയാസം. ഇന്ന് ലോകത്തിൽ കാണുന്ന മഹാപ്രശ്നങ്ങൾക്കെല്ലാം കാരണം വൈരാഗ്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ തുടരെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. വാക്കുകളുടെ തെറ്റായ ഉപയോഗവും അതുണർത്തുന്ന തെറ്റായ പ്രതികരണവുമാണ്. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് കയ്യിൽ പിടിച്ച് അല്പനേരം നിന്നു നോക്കൂ. വലിയ ഭാരമൊന്നും തോന്നുന്നില്ല. എന്നാൽ കുറേ നേരം കഴിഞ്ഞാൽ കൈക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ഇനിയും കുറേ സമയം കൂടി അതേപോലെ നിൽക്കുകയാണെങ്കിൽ ഗ്ലാസ് വലിച്ചെറിഞ്ഞ് ഓടിപ്പോകാൻ തോന്നും. അപ്പോൾ വസ്തുവിൻ്റെ ഭാരമല്ല, അത് ചുമക്കുന്ന സമയമാണ് അസ്വസ്ഥതയുളവാക്കുന്നത്. ഇനി ഗ്ലാസോ വെള്ളമോ ഇല്ലാതെ അതുണ്ടെന്ന് സങ്കല്പിച്ചാലും കൈ വേദനിക്കുന്നതായി തോന്നും. ഇതുപോലെ മനസ്സിൻ്റെ ചുമരിൽ അസ്വസ്ഥതയുളവാക്കുന്ന ഉണ്ടാക്കിയ സംഭവങ്ങൾ ആവർത്തിച്ച് കാണുന്നതിൽ നിന്നാണ് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്. പണ്ടെന്നോ പറഞ്ഞുപോയ കേട്ടുപോയ വാക്കുകളുടെ അർത്ഥങ്ങളും നാനാർത്ഥങ്ങളും മനസ്സിലിട്ട് തൂക്കി നോക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിലെ സുഖവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്നത്. കമ്പ്യൂട്ടറിലും മൊബൈലിലും ഡിലീറ്റ് എന്നെഴുതി കാണും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ഈ ബട്ടൺ അമർത്തുന്നത്. അതുപോലെ പകയും വിദ്വേഷവും വളർത്തുന്ന വാക്കുകളും പ്രവൃത്തികളും ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചാൽ ജീവിതം സുന്ദരമായിത്തീരും. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് AG ഗീത.